Hi all, welcome to Math and Tricks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അംശബന്ധവും അനുപാതവും എന്ന ടോപ്പിക്കാണ്. എന്താണ് അംശബന്ധം? ഒരേ സ്വഭാവമുള്ള രണ്ട് അളവുകളെ ഭിന്നസംഖ്യാ രൂപത്തിൽ സൂചിപ്പിക്കുന്നതാണ് അംശബന്ധം, അതായത് റേഷ്യോ. ഉദാഹരണത്തിന് വെള്ളം H2O, അതിൻ്റെ അംശബന്ധം എന്താണ്? 2:1. ഇനി എന്താണ് അനുപാതം? രണ്ട് അംശബന്ധങ്ങൾ തുല്യമായാൽ അവ അനുപാതത്തിലാണെന്ന് പറയാം. അനുപാതം എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ. അതിന് ഉദാഹരണമാണ് 1:2 പ്രപ്പോർഷണലാണ് 6:12. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, A:B = 2:3, B:C = 4:5 ആയാൽ A:B:C എത്ര? ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മെയിനായി ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് A:B = P:2Qഉം B:C = R:S ആയാൽ A:B:C = RP:RQ:QS ആണ്. ഈ പോയിന്റ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാം. P:2Q എന്ന് പറയുന്നത് 2:3 ആണ്. R:S എന്ന് പറയുന്നത് 4:5 ആണ്. സോ A:B:C = 4:2:4:3:3:5. That is 8:12:15. Answer is option B. Next question number 2. A:B = 4:5ഉം B:C = 6:7 ആയാൽ A:C എത്ര? ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് A:B = P:2Qഉം B:C = R:S ആയാൽ A:C = PR:QS ആണ്. A:B = 4:5 ആണ്. B:C = 6:7 ആണ്. അപ്പോൾ A:C = 4:6:5:7. That is 24:35. That is option A. Question number 3. A:B = 2:3, B:C = 4:5, C:D = 6:7 ആയാൽ A:C എത്ര? ഇവിടെ അറിയേണ്ട കാര്യം A:B = P:2Qഉം B:C = R:S C:D Y:Z ആയാൽ A:C = PR:QS. Here A:C = 2:4:6:3:5:7. That is equal to 48:105. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16:35 എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. 3A = 4B = 5C ആയാൽ A:B:C എത്ര? നമുക്കിവിടെ 3A = 4B = 5C = K എന്നെടുക്കാം. അപ്പോൾ A = എങ്ങനെ എഴുതാം? K/3. അതുപോലെ B = K/4, C = K/5. ഇനി A:B:C എഴുതാമല്ലോ. K/3 K/4 K/5. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റേഷ്യോ ഫ്രാക്ഷൻ രൂപത്തിലാണ്. ഒരിക്കലും റേഷ്യോ ഫ്രാക്ഷൻ രൂപത്തിൽ നമ്മൾ എഴുതുകയില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ഹോൾ നമ്പർ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അതിനായി നമ്മൾ 3, 4, 5ൻ്റെ LCM കൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 3, 4, 5ൻ്റെ LCM = 60 ആണ്. ചെയ്യുമ്പോൾ നമുക്ക് 20:15:12 എന്ന് ലഭിക്കും. ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 5. A/2 = B/3 = C/4 ആയാൽ A:B:C എത്ര? ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം A/P = B/Q = C/R ആണെങ്കിൽ A:B:C will be equal to P:2Q:R. അപ്പോൾ ഇവിടെ 2:3:4 ആയിരിക്കും റേഷ്യോ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 6. X/Y = 3:2 ആയാൽ X² - Y² X² + Y² എത്ര? ഇവിടെ X/Y = 3:2 എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് X/Y = 3/2 എന്നെഴുതാം.
ഇനി എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 3 സ്ക്വയർ ബൈ 2 സ്ക്വയർ, ദാറ്റ് ഈസ് 9/4. ഇനി നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിച്ചൂടെ? എക്സ് സ്ക്വയർ എന്നത് 9 ആണ്, വൈ സ്ക്വയർ എന്നത് 4 ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 - 4, ദാറ്റ് ഈസ് 5. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 + 4, ദാറ്റ് ഈസ് 13. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5/13 എന്ന് ലഭിക്കും. നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് 5:13. ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 7. x/3 ഈക്വൽ ടു y/5 ആയാൽ x+3 ഈസ് ടു y+5 എത്ര? ഇവിടെ നമുക്ക് മുൻപത്തെ കണക്കിൽ ചെയ്ത പോലെ ചെയ്യാം. ദാറ്റ് ഈസ് x/3 ഈക്വൽ ടു y/5 ഈക്വൽ ടു k എന്ന് കരുതാം. സോ x ഈക്വൽ ടു 3k അതുപോലെ y ഈക്വൽ ടു 5k എന്ന് ലഭിക്കും. നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് x+3 ഈസ് ടു y+5 ആണ്. നമുക്കറിയാം അതിനെ എങ്ങനെ എഴുതാം? x+3 ഡിവൈഡഡ് ബൈ y+5 എന്ന് എഴുതാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് 3k ആണെന്ന് കിട്ടി. അപ്പോൾ 3k + 3 ഡിവൈഡഡ് ബൈ വൈയുടെ വാല്യൂ 5k ആണെന്ന് ലഭിച്ചു. 5k + 5 ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. 3k + 3യിലെ 3നെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 × k + 1. അതുപോലെ 5k + 5യിലെ 5 പുറത്തെടുക്കുക. അപ്പോൾ 5 × k + 1. ഇപ്പോൾ താഴത്തും മുകളിലും k + 1 ഉണ്ട്. ഇത് രണ്ടും വെട്ടിക്കളയാം. സോ നമുക്ക് 3/5 എന്ന് ലഭിക്കും. സോ x+3 ഈസ് ടു y+5 ഈക്വൽ ടു 3:5. ആൻസർ ഈസ് ഓപ്ഷൻ സി.